പറയ് ഇങ്ങോട്ട് ആകടി. കോൾ പ്രാങ്ക്. ഹലോ, ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നേ. ചായയും ചക്കും ഇത് നമുക്ക് നേരെ എറിഞ്ഞ് പൊളക്കാൻ കാണുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്നൊരു ആഫ്റ്റർനൂൺ സ്റ്റഡി റൂട്ടീനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ നേരം വൈകി പോയി എണീക്കാൻ. അതുകൊണ്ട് പിന്നെ ഇന്ന് വീഡിയോ എടുക്കേണ്ട വിചാരിച്ചു. അപ്പോൾ ഉച്ചയപ്പോൾ ഒരു ഇതായപ്പോൾ കണ്ട് വീഡിയോ എടുത്താണ്. ഏകദേശം 2:25 കാണാൻ പറ്റും. 2:30 വീഡിയോ തുടങ്ങാൻ വെച്ച് വേറൊരു സീൻ കിട്ടി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് ഇത് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഫോക്കസ് ആവുന്നില്ല. ഇത്ര നിൽക്കാത്തേ. അപ്പോൾ കൈസ് ഫോക്കസ് ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി തകർന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മൈക്കിൻ്റെ സാധനം ഒന്നും കാണാനില്ല. ആകെ കൂടി ഫ്രീ കിട്ടിയ മൈക്കായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെ കൂടെ അതും പോയി കിട്ടി. പിന്നെ നമുക്ക് ഈ ചാർജർ ആവശ്യമില്ല. ഇത് നമുക്ക് എറിയാം അങ്ങോട്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ എറിഞ്ഞ് പൊളയ്ക്കാം അങ്ങോട്ട്. കാണുന്നുണ്ട് കൈ. എറിഞ്ഞ് പൊളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യൽ സ്റ്റഡിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചാൽ നമ്മളൊരു ചലഞ്ചാണ് നോക്കുന്നത്. ഞാൻ അങ്ങനെ പാത്രം പിടിച്ചിങ്ങനെ കറക്കും. അങ്ങനെ അത് ടൈമർ വെച്ച് കറക്കാൻ പോവാണ്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നേരെ അത് കടക്കാൻ കിട്ടും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചലഞ്ച് കണ്ടിട്ടോ. ഈ ഫോണിൻ്റെ സ്ക്രീൻ എന്താ എങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് സ്ക്രീൻ കേടുന്നാണ്. 2 വട്ടം നന്നാക്കി പിന്നെയും കേടുന്നാണ്. അങ്ങനെയാണ് പച്ചയായിട്ട് കാണുന്നത്. നീ പാത്രം വെച്ച് കറക്കി. ഞാൻ പണ്ടേ ഇങ്ങനെ ഓരോ ചട്ടൊക്കെ പരീക്ഷൻ്റെ ചട്ട ആക്കി വെച്ച് കറക്കുന്നുണ്ടായിരുന്നു. 1 മിനിറ്റ് ഇതിൻ്റെ മാക്സിമം. ഇപ്പോൾ 2 മിനിറ്റ് എത്രയും 30 സെക്കൻഡ് ഒക്കെ എടുത്ത് മാക്സിമം. കുറച്ചും കൂടി കൈ കടഞ്ഞിട്ട് കൈ ഇങ്ങനെ ആവുക കടയുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സ്റ്റഡിയിലൊക്കെ കിടക്കാം. ഇന്ന് പിന്നെ ഹോം ടൂറിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 5 ലൈക്ക് അല്ല 5 കമൻറ്റോ ഹോം ടൂറിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോം ടൂറിൻ്റെ വീഡിയോ ഇടുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ചാനലായിരിക്കും ഹോം ടൂറിൻ്റെ വീഡിയോ വരിക. അത് ഞാൻ ഇടേണ്ട വീഡിയോൻ്റെ ലിങ്കൊക്കെ ആൾക്ക് ഒന്ന് കാണുന്നതായിരിക്കും. അതിന് മുന്നേ കുറച്ച് ഗപ്പിനെ പിടിച്ച് താഴത്തുകൊണ്ട് ഇടാണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴത്തെ ടാങ്കിൽ നിറച്ചും ഇത് കൂത്താടി കൊതുകിൻ്റെ കുട്ടികൾ. ഇപ്പോൾ 2 പിടിച്ചിട്ടാട്ടെ. ചില്ലി മസാക്കിനൊക്കെ പിടിച്ചിട്ടുണ്ട്. നാടൻ ഗപ്പിയൊന്നും ഇല്ല, അതിനോണ്ടാണ്. അപ്പോൾ എന്തായാലും നേരെ തോന്നുന്നു. നമ്മൾ നേരെ പോയി പിടിച്ചിടാം. ഈ പാത്രത്തേക്കാണ് പിടിച്ചിടുന്നത്. പിടിച്ചിടാം. അപ്പോൾ ഗൈസ്, ഏകദേശം 3 മണി ആവാനായിട്ടുണ്ട്. നമ്മൾ കെമിസ്ട്രിയിൽ സൊല്യൂഷനാണ് കാണുന്നത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അത് നമ്മൾ കുറച്ച് നോട്ടൊക്കെ എഴുതി വെച്ചിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പോണ്ടോറോ സെറ്റപ്പാണ് യൂസ് ചെയ്യുന്നത്. 25 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക്. അങ്ങനെ ഇപ്പോൾ ടൈം അറിയേണ്ട ആവശ്യമില്ലല്ലോ. 25 മിനിറ്റ് പിന്നെ 5 മിനിറ്റ് ബ്രേക്ക്, 25 മിനിറ്റ് അങ്ങനെ 4 സ്ലോട്ട് കഴിഞ്ഞിട്ടൊരു 1/2 മണിക്കൂറിന് നീണ്ട ബ്രേക്ക്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേമാതിരി കഴിഞ്ഞാൽ മതി. ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോയിൽ കഴിയുമെന്ന് വിചാരിക്കാം നമുക്ക്. ഏകദേശം ഞാൻ 14% നിന്നിട്ട് കണ്ടിച്ചു കാണാൻ കഴിയും. 14% കണ്ടിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഹൈപ്പർ ലാപ്സ് വെക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വോയിസ് ഓവർക്ക് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ആ പോണ്ടോറോ സെറ്റപ്പ് എനിക്കധികം വർക്കാവില്ലായിരുന്നു. പക്ഷേ പോണ്ടോറോ സെറ്റപ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. ഏകദേശം 4 ചെയ്തു. പക്ഷേ അടിപൊളി എഫക്റ്റ് ആയിരുന്നു. എനിക്ക് മറ്റേ ടൈമൊക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാതും ഞാൻ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ പഠിക്കും. അതായത് അതിനെ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാനില്ല. ഇതിപ്പോൾ ടൈം ഓണായി കാണുമ്പോൾ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇരിക്കാൻ തോന്നുന്നില്ല. ഇപ്പം ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഫുൾ 5 മിനിറ്റ് ബ്രേക്ക് കറക്റ്റ് 5 മിനിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ മേലേക്ക് പോകില്ല. അല്ലെങ്കിൽ ഞാൻ 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 15 മിനിറ്റൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ ഈ ടൈമർ വെച്ചുകൊണ്ട് നല്ല ഉപകാരം കിട്ടുന്നുണ്ട്. എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക.
ആർക്കും കോൺസെൻട്രേഷനോടെ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കോൺസെൻട്രേഷനൊക്കെ വരണം. പക്ഷേ ഇങ്ങനെ ടൈം വെച്ച് പഠിക്കുമ്പോൾ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രേക്കിൻ്റെ ഈ 5 മിനിറ്റിൻ്റെ ബ്രേക്കിൻ്റെ യൂട്യൂബ് കയറിയിട്ട് ഓരോ വീഡിയോസ് കാണാൻ 5 മിനിറ്റ് 10 മിനിറ്റിൽ കറക്റ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു തീർത്തു ആ ബ്രേക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതൊക്കെ കാണാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇരുട്ടായത് കാണാൻ പറ്റും. അത് വേറെ ഒന്നല്ല, പെട്ടെന്ന് മഴ നിന്നപ്പോൾ പുറത്ത് നല്ല ഒച്ച. അപ്പോൾ ഞാൻ വായിൽ കൂട്ടിയാണ്. ഇപ്പോൾ മൊത്തമായിട്ട് ഇരുട്ടായ മാതിരി തോന്നുന്നുണ്ട്. പിന്നെ മെല്ലെ മെല്ലെ വിളിച്ചു വരുന്നതാണ്. മഴ ഇങ്ങനെ മെല്ലെ മെല്ലെ നിൽക്കുന്നതാണ്. ഗൈസ് ഏകദേശം 5 മണിയായിട്ടുണ്ട്. 3 മണിക്ക് തുടങ്ങിയ ജേണിയാണ്. നമ്മൾ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടില്ലാത്ത പോംഡോറോ സെറ്റിൽ വെച്ചിട്ട് പഠിച്ചത്. ഞാൻ വിചാരിച്ചതിൻ്റെ കയ്യിലാണ്. ഇടയ്ക്കൊക്കെ വല്ല പണി കിട്ടുന്നുണ്ട്. ടൈംസ് അപ്പ് എന്നൊക്കെ കാണിക്കുന്നത്. 4ാമത്തേതാണ് കാണിക്കുന്നത്, 25 മിനിറ്റിൻ്റെ. അങ്ങനെ 4 ഇതായിരുന്നു. ഇനിയുണ്ട് ബാക്കി എത്ര മിനിറ്റ്? 13 മിനിറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏകദേശം 1 മണിക്കൂർ 54 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. കഴിഞ്ഞ് 13 മിനിറ്റ് ഉള്ളൂ. എന്തായാലും അങ്ങനെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചില്ല. സെറ്റായിന്. പുറത്ത് നല്ല മഴയാണ്. കാണിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല മഴ. ഒച്ചയൊക്കെ ഇത് ക്യാമറയിൽ കുടുങ്ങില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്താ അറിയില്ല. അത് അപ്പോൾ അജലൊക്കെ വന്നിട്ടുണ്ട്. അജലിനെന്തോ പറയാനുണ്ടെന്നാണ് പറയുന്നത്. ആദിക്ക് എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. ഹോം ടൂറിൻ്റെ വീഡിയോ നാളെ പറഞ്ഞേ. നാളെ വരുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് വരുന്ന വിചാരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഒരു അരമണിക്കൂർ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ചെറിയൊരു ബ്രേക്ക്. 5 മണി ആയിട്ടുണ്ട്. ഇനി ഒരു 5:30 ബ്രേക്ക് എടുക്കുകയാണ്. ചിലപ്പോൾ ഒന്ന് അറിയില്ല. എന്തായാലും ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചില്ല. 5:30 ആയപ്പോഴും. ഇപ്പോൾ ഏകദേശം ടൈം ഏകദേശം 6:45 നമ്മളിപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പൊക്കോണൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നേരെ പരിപാടിയിലായിട്ട് ഇറക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് പൊക്കോണിൻ്റെ പാക്കറ്റ്. ഏകദേശം 35 റുപ്യാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. നല്ല കാണാൻ ഇത്രയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഉണ്ടാക്കാൻ പോവാണ്. ചോക്ലേറ്റിൻ്റെ നിരക്കാണ്. എന്താ അറിയില്ല. എന്താ പറയാനുള്ള അതി കുഞ്ഞാറ്റ ഇതാണ്. എന്തേ പറയണ്ട കുഞ്ഞാറ്റയ്ക്ക്? പറയ് ഇങ്ങോട്ട് ആകടി. വാങ്ങിട്ടുണ്ട്. കുഞ്ഞാറ്റ പാട്ട് പാടിയാ? പാടറി ഡാൻസ് കളിക്ക് അമ്മേ. ഡാൻസ് കളിക്ക്. കുഞ്ഞാറ്റ പോണയാണെന്നാ പറഞ്ഞേ. അപ്പോൾ ഗൈസ് ചട്ടി വീണിട്ടുണ്ട് മേലെന്ന്. കാണിച്ചിട്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് എന്താ കാണാൻ കഴിയും നിങ്ങൾക്ക്. ചട്ടി നേരെ മുന്നിലാണ് വീണത്. സീനാണത്. ഇനി അങ്ങനെ കാണും. അപ്പോൾ ഗൈസ് ചട്ടി വീണ് പൊട്ടിയിട്ടുണ്ട് നേരെ മുന്നിൽ തന്നെ. നായ അതാണ് പേടിച്ച് കളിക്കുന്നത്. അതാണ് എല്ലാവരും ഇതിലെക്കണേ. കാറ്റാണ്. നല്ല കാറ്റാണ്. അതിനോണ്ടാണ് ചട്ടിയൊക്കെ വീണ്. കാണാൻ കഴിയും. ഉണ്ടോ? വൻ കാറ്റ് കണ്ടോ? നല്ല കാറ്റിലാണ് ആ ചട്ടി വീണ്. കുക്കർ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസുമേ. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ചിടണം. അപ്പോൾ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ വെച്ചോക്കാം. നമുക്ക് എന്തോന്നറിയില്ല. ഓണൊക്കെ നമ്മൾ കുക്കറിൽ കിടക്കണം. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയല്? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ചാറ്റേ. അത് പറഞ്ഞെന്നാണ് എല്ലാവരും വിചാരിക്കേണ്ടത്. അപ്പോൾ ഇനി പൊട്ടിച്ചിടല്ലേ. അപ്പോൾ കഴിച്ചാൽ കാണാൻ കഴിയും ഉള്ളിൽ ഒരു എണ്ണ നെയ്യ് മരത്ത് എന്തൊക്കെയുണ്ട്. അത് ബട്ടറാണ്. ഒഴിക്കി ഇവിടെ ഞാൻ ടോർച്ചൊക്കെ ഉണക്കുന്നു. കാണുന്നില്ല. ഉള്ളിട്ടാ നിങ്ങൾക്കിത് കാണാൻ പറ്റും. 35 റുപ്യക്ക് ഇത്രയേ ഉള്ളൂന്നോ? അങ്ങനെ കൊറേ കൂടും ഇത്. 10 റുപ്യക്ക് ഇതിനും കാട്ടിണ്ടോ? ഇനി എന്തായാലും ഇനി പൊട്ടി കഴിഞ്ഞിട്ട് കാണാം. കുക്കറൊന്ന് മൂടിക്കാട്ടെ. മൂടി
ചായയും ചക്കയും പിന്നെ പൊക്കം കൊണ്ടുപോയി ചായ തിരിക്കുള്ളതാണ്. വലിയ ഗ്ലാസ് കാണാൻ ചെയ്യുന്നുണ്ട്. ചെറിയ ഗ്ലാസ്സിൽ എടുത്തത് ചില്ലിൻ്റെ വിക്ക് മാത്രമാണ് ചില്ലിൻ്റെ ഉള്ളത്. ബാക്കിയുള്ള പൊക്കോണാണ് ഇത് വിക്കും അമ്മയ്ക്കും അച്ഛനും. അപ്പോൾ അത് നമുക്ക് തിന്നാം. ആറേപ്പതിനോട് പരിപാടിയാണ്. 6 മണിക്കൂറായിട്ട് നിൽക്കും. ആയി കഴിഞ്ഞൊരു 7:20, 7:25, 7:30 മാസമാണ്. മറ്റേ സൊല്യൂഷൻ്റെ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നോക്കണം. അല്ല ഉച്ചയ്ക്ക് പഠിക്കാം കഴിഞ്ഞില്ല. ആണെങ്കിൽ നമ്മൾ രാവിലെ എടുത്താൽ 2-3 കഴിഞ്ഞിട്ട് 4 കുറയ്ക്കും. അതിന് ഏകദേശം 1 മണിക്കൂറായി കിട്ടും. കുറച്ച് വരുന്ന പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് പഠിക്കാനില്ല. ഇനിയിപ്പോൾ തുടങ്ങണം. പേടിയാ 9 അങ്ങനെ 7:45 ആവാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ പോകും. സൊല്യൂഷൻസിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. ഏകദേശം 18 മിനിറ്റോളം ബാക്കിയിട്ടായിരുന്നു. അത് കാണുമായിരുന്നു. അത് പറയാൻ നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പോൾ അതാണ് കാണുന്നത്. ഇപ്പോൾ അപ്പോൾ ഗൈസ് ചോറ് നിന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത്. കോൾ പ്രാങ്ക്. നവനീതിനാണ് എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ടാണ്. അവനെ വിളിച്ചോട്ടെ. എൻ്റെ അച്ഛൻ്റെ ഫോണിലാണ് വിളിക്കുന്നത്. വിളിച്ചോട്ടെ. ഹലോ, ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നേ. അങ്ങനെ എനിക്കറിയാം. എടാ ചെങ്ങായി, ഞാൻ പ്രാങ്ക് വീഡിയോ എടുക്കിരുന്നു. അവിടെ കുറച്ചെങ്കിലും അഭിനയിച്ചു. അപ്പോൾ ഗൈസ് 9:10 ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞു. ഒരു ചെറിയ പ്രാങ്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. കോൾ പ്രാങ്ക് ഒക്കെ നല്ല ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ആഡ് ചെയ്യാൻ പഠിക്കാൻ അറിയില്ല. ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. ഇതൊക്കെ അപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എക്സാമിനറിൻ്റെ ആണ് കാണാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ഒരു 5 ലേണിംഗ് വീഡിയോസ് കണ്ടിരുന്നു. ഇനി നമുക്ക് 6ാമത്തെ കാണാം. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് PVB. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എന്താ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഈ ചെറിയ നോട്ടിലാണ് എഴുതുന്നത്. ഓണപ്പരീക്ഷയ്ക്ക് മുന്നായിട്ട് വലിയ നോട്ടിലാക്കണം. ചെറിയ നോട്ടിലാണ് എഴുതുന്നത്. എന്തായാലും അപ്പോൾ നേരെ തുടങ്ങണേ. അപ്പോൾ ഏകദേശം 12 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം തീർത്തിട്ടുണ്ട്. 9 ലേണിംഗ് വീഡിയോസോളം തീർത്തിട്ടുണ്ട്. ഇനി എത്ര ഉണ്ട് നോക്കാം നമുക്ക്. ഇനി ഏകദേശം 9, 10, 11, 12 3 ലേണിംഗ് വീഡിയോസും കൂടി ഉള്ളൂ. അത് ചെറിയതാണ്. ഏകദേശം ഒരു 20-22 മിനിറ്റ് ആ ലെവലിലേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ.